إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. ആദരണീയരായ മുസ്ലിം സഹോദരന്മാരെ, സഹോദരിമാരെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻപടി സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എല്ലാ ഓരോരുത്തരെയും ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു വിശ്വാസികളായ ആളുകളുടെ മേൽ വിവിധ തരത്തിലുള്ള ഇബാദത്തുകൾ, ആരാധനാ കർമ്മങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഈ ആരാധനാ കർമ്മങ്ങൾ നിർബന്ധമായി ചെയ്യേണ്ടവയുണ്ട്, സുന്നത്ത് ഐച്ഛികമായി ചെയ്യേണ്ടതുണ്ട്, വളരെ പുണ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി കൂടുതൽ ചെയ്യാവുന്നവയുമുണ്ട്. ഈ തരത്തിലൊക്കെ ആരാധനാ കർമ്മങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഈ ആരാധനാ കർമ്മങ്ങൾക്ക് വ്യത്യസ്ത സ്വഭാവങ്ങളും നമുക്ക് കാണാവുന്നതാണ്. എല്ലാം ഒരേ രീതിയിലുള്ള ഇബാദത്തുകളല്ല, വിവിധ സ്വഭാവങ്ങളുള്ള ഇബാദത്തുകൾ കാണാം. അതിന് തികച്ചും ആത്മീയ പ്രാധാന്യമുള്ളതുണ്ട്. സാമ്പത്തികവും ശാരീരികവുമായ ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും സഹിക്കേണ്ട ഇബാദത്തുകളുണ്ട്. അതുപോലെ സാമ്പത്തിക ബാധ്യത മാത്രം വരുന്നതുണ്ട്. ഇങ്ങനെ പല രീതിയിലുള്ള ഇബാദത്തുകളും വിശ്വാസികളുടെ മേൽ അള്ളാഹു ചുമത്തുന്നത്. ഒരു പരീക്ഷണമായ നിലക്കാണ് ഈ വൈവിധ്യം ഇതിനെ നിലനിർത്തുന്നത്. എന്ന എല്ലാ ഇബാദത്തുകളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, ഈ ഭാഗങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും അതിൻ്റെ ആത്മീയമായ ഭാഗത്തിനാണ് എപ്പോഴും പ്രാധാന്യം വരുന്നത്. ഇങ്ങനെ നിശ്ചയിച്ച കുറേ ഇബാദത്തുകളിലൊന്നാണ് ബലികർമ്മം നടത്തുക എന്നത്. മൃഗബലി ഒരു ഇബാദത്തായിട്ട് ഖുർആനും ഹദീസും പഠിപ്പിക്കുന്നുണ്ട്. അത് നമ്മുടെ സമൂഹത്തിന് വന്ന മുസ്ലിം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന് വന്ന ഒരു പുതിയ കർമ്മമായിട്ടല്ല, വളരെ പൗരാണിക സമൂഹം മുതലേ അള്ളാഹു മൃഗബലി ഒരു പുണ്യകർമ്മമായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. അതൊരു ഇബാദത്താണ്, അള്ളാഹുവിന് ചെയ്യുന്ന ഇബാദത്താണ്. ആ ഇബാദത്ത് നിർവഹിക്കുക വഴി
രണ്ട് കാര്യങ്ങൾ സമൂഹത്തിൽ നടക്കേണ്ടതുണ്ട്. ഒന്ന്, അള്ളാഹു ചെയ്തു തന്ന, ഖുർആൻ പറയുന്ന ഭാഗം അതാണ്. ഒന്ന്, അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹത്തിന് ശുക്ർ കാണിക്കുക എന്നതാണ് അതിലൊരു ഭാഗം. രണ്ടാമത്, വമിൻഹാ യഅ്കുലൂൻ, ഖുർആൻ അതിനെപ്പറ്റി പറയുന്നിടത്ത് വാക്കുപയോഗിച്ച അങ്ങനെയാണ്. ആ അനുഗ്രഹത്തിൽ നിന്ന്, ബലിമൃഗത്തിൽ നിന്ന് അവർ ആഹരിക്കുകയും ചെയ്യുന്നു. ആഹരിക്കുന്നു എന്നുള്ളത് അറുത്ത ആളും ആഹരിക്കുന്നു, ബലി അർപ്പിച്ച ആളും ആഹരിക്കുന്നു, അല്ലാത്ത ആളുകൾക്കുമൊക്കെ ഒരു ആഹാരമായിട്ട് ലഭിക്കുന്നു. അപ്പോൾ രണ്ട് ഭാഗമാണ് ഒരു ബലി എന്ന ഇബാദത്തിലൂടെ നടക്കുന്നത്. ഒന്ന് അള്ളാഹുവിനുള്ളൊരു ഇബാദത്തും അള്ളാഹുവിനുള്ള നന്ദിയും. ആ രണ്ടും നിർവഹിക്കുന്നതോടൊപ്പം തന്നെ മനുഷ്യ സമൂഹത്തിന് വളരെ വിശിഷ്ടമായ ഒരാഹാരം, അതങ്ങനെയാണ് പറയേണ്ടത്, വളരെ വിശിഷ്ടമായ ഒരാഹാരം, പോഷക സമ്പന്നമായ ഒരാഹാരവും മനുഷ്യ സമൂഹത്തിന്, ഏതാണ്ട് എല്ലാ മുസ്ലിം സമൂഹത്തിലെ എല്ലാ ആളുകൾക്കും സുഭിക്ഷമായി കഴിക്കാവുന്ന രൂപത്തിൽ നൽകപ്പെടുകയും ചെയ്യുന്നു. ഒരുപാട് വിമർശനങ്ങൾ ഈ ബലികർമ്മത്തെ സംബന്ധിച്ച് പുതിയ ലോകത്തുണ്ട്. മതനിഷേധികളുണ്ട്, മതത്തിനകത്തും പുറത്തുമുള്ള പല ജാതി ആളുകൾ വിമർശിക്കുന്നുണ്ട്. അവരൊക്കെ ഈ ബലി ഒരു കുറ്റകൃത്യമായിട്ടും ഒരു പാപമായിട്ടും കാണുന്നു. ഒരർത്ഥവുമില്ല എന്ന് മാത്രമല്ല, അവരുടെ നിലപാടാണ് കുറ്റകൃത്യവും പാപമായിട്ടുള്ളത്. അതിന് കാരണം മനുഷ്യ സമൂഹത്തിന് ആഹാരമായി നിശ്ചയിച്ച സാധനം അത് ആഹാരമല്ല എന്ന് ലോകത്ത് ആരും പറയുന്നില്ല എന്ന് മാത്രമല്ല, നല്ലൊരു ആഹാരമായിട്ട് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും എല്ലാ ജനവിഭാഗവും ഉപയോഗിക്കുകയും ചെയ്യുന്നു. അത് സൗജന്യമായിട്ട് ഒന്നാകെ ആളുകൾക്ക് വിതരണം ചെയ്യുന്ന ഒരു സംവിധാനമാണ് ബലികർമ്മത്തിലൂടെ നടക്കുന്നത്. അത് അള്ളാഹുവിനുള്ള ഒരു ഇബാദത്താണ്, ജനങ്ങൾക്കുള്ള ഒരു ആഹാരവുമാണ്. രണ്ടും ഒന്നിച്ച് നടക്കുന്ന ഒരു ഇബാദത്താണിത്. ഇസ്ലാമിൽ പല തരത്തിലുള്ള ബലികളുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് തന്നെ അറിയുന്ന ചില സംഗതികളാണ്. ഒന്ന്, ഇപ്പോൾ ഹജ്ജിന് പോകുന്ന സമയമാണ് ആളുകൾ. ഹജ്ജുമായി ബന്ധപ്പെട്ട് ഹജ്ജിൻ്റെ രണ്ട് രൂപങ്ങൾക്ക് ബലി നിർബന്ധമാണ്. തമത്തുനും ഖിറാനും ആയിട്ട് ഹജ്ജ് ചെയ്യുന്ന ആളുകൾ ബലിയെറുക്കൽ നിർബന്ധമാണ്. അതിന് പുറമെ ഹജ്ജിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചാൽ അതിന് പരിഹാരമായി നുസ്ക്, ബലി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതൊക്കെ ബലിമൃഗങ്ങൾ അറക്കുകയാണ്, ജനങ്ങൾക്ക് വിതരണം ചെയ്യുകയാണ്. നിങ്ങളൊരു ഹജ്ജിൻ്റെ സമയത്ത് തന്നെ ശ്രദ്ധിച്ചു നോക്കൂ. അവിടുത്തെ കണക്കനുസരിച്ച് ഏറ്റവും ചുരുങ്ങിയത് സാധാരണ മട്ടിൽ 25 ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുക്കുന്നുണ്ട് ഒരു ഹജ്ജിന്, മറ്റ് തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ. ഇത്രയും മൃഗങ്ങളെ അവിടെ ബലിയർക്കുന്നുണ്ട്. അത് ലോകത്തിൻ്റെ നാനാഭാഗത്തും പട്ടിണി കിടക്കുന്ന ദരിദ്രരായ ആളുകൾക്ക് അത് ഫ്രീസ് ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്ത് കപ്പലോ വിമാനങ്ങളോ വഴി അവരുടെ കേരികളിൽ എത്തിച്ചു കൊടുക്കുകയാണ് സൗജന്യമായിട്ട്. അത്ര വിശിഷ്ടമായൊരു കർമ്മമാണത്. വെറുതെ ക്രൂരകൃത്യം നടത്തുകയല്ല, ആളുകൾക്ക് ആഹാരമായിട്ട് പാവപ്പെട്ടവർക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. അതൊരു ബലിയാണ്. അതിന് പുറമെ ഉൽഹിയ്യത്ത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ബലി പെരുന്നാൾ ദിവസം, ഈദുൽ അദ്ഹ എന്നാണ് പേര്, ബലി പെരുന്നാൾ എന്നാണ് പേര് തന്നെ. പെരുന്നാൾ ദിവസം ലോകത്തെമ്പാടും മുസ്ലിങ്ങൾ കഴിവുള്ളവരൊക്കെ ബലിയർക്കുന്നു. മൂന്നാമതൊരു ബലി നമുക്ക് നിർദ്ദേശിച്ചിട്ടുള്ളത് അഖീഖ എന്ന പേരിലുള്ളതാണ്. അഖീഖ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കുഞ്ഞു പിറന്നാൽ യൗമസാബിഹി, 7-ാം ദിവസം ഒരു മൃഗത്തെ, ആടിനെയോ മാടിനെയോ ഏതെങ്കിലുമൊക്കെ കഴിവനുസരിച്ച് ബലി നൽകണം. ഇത് ഈ 3 രീതിയിലും എപ്പോഴും ബലി അറുക്കാനും മൃഗങ്ങളെ അറുക്കാനും ജനങ്ങൾക്ക് കൊടുക്കാനും ഭക്ഷണമായിട്ട് ഉപയോഗിക്കാനുമുള്ളൊരു നിർദ്ദേശമാണിത്. അത് അള്ളാഹു നമ്മൾക്ക് ചെയ്തെന്നൊരു അനുഗ്രഹത്തിനുള്ള നന്ദിയാണെന്ന് ഖുർആൻ പറയുന്നു. അങ്ങനെ ആയിക്കൊണ്ടാണ് അത് ചെയ്യേണ്ടത്. ഒരാഹാരമായിട്ട് ലഭിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് ഖുർആൻ ഇത് പഠിപ്പിക്കുന്നു. ഇതൊരു മോശമായ സംഗതിയല്ല, വളരെ നല്ല കാര്യമാണ്. ഈ വിമർശിക്കുന്ന ആളുകളൊക്കെയും ഇത് നന്നായിട്ട് കഴിക്കുന്നവരാണ്, നന്നായിട്ട് അത് കഴിക്കാൻ വേണ്ടി തന്നെ മെനക്കെടുന്ന ആളുകളുമാണ്. ഇനി എന്താണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനം ഇസ്ലാമിൽ? മനുഷ്യൻ അള്ളാഹു ഇഷ്ടം പോലെ അനുഗ്രഹങ്ങൾ ചെയ്ത് നൽകപ്പെട്ടവനാണ്. ആ അനുഗ്രഹങ്ങളിലൊന്നാണ് കന്നുകാലികൾ. ആട് മാട് വർഗങ്ങളൊക്കെ മനുഷ്യന് ഉപയോഗപ്പെടുത്താൻ വേണ്ടി
സർവശക്തനായ അള്ളാഹു ഒരുക്കി തന്ന സംവിധാനങ്ങളാണ്. മുമ്പ് കാലത്തൊക്കെ ഖുർആൻ അത് ഉപയോഗിക്കുന്നുണ്ട്. ആ വാക്കുകൾ വാഹനമായിട്ട് ഉപയോഗിച്ചിരുന്നു. ഇപ്പോഴും അതുപോലുള്ള സ്ഥലങ്ങൾ അത് ഉപയോഗിക്കുന്നുണ്ടാവാം. മനുഷ്യന് ഭാരിച്ച ലോഡുകൾ, ചുമടുകൾ വഹിച്ചു കൊണ്ടുപോകാൻ ഈ മാടുവർഗ്ഗങ്ങളെയും ഒക്കെ ഉപയോഗിച്ചിരുന്നു. ഇന്നും അങ്ങനെയുള്ള ഏരിയകളും പ്രദേശങ്ങളും ഉണ്ടാവും. അത്യാവശ്യം അത് ഇപ്പോഴും ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. രണ്ടാമത് ഖുർആനെ പറ്റി പറയുന്നത് ഈ കന്നുകാലികളെ വളർത്തുന്നതും അതിനെ കൃഷിക്ക് ഉപയോഗിക്കുന്നതും മറ്റു കാര്യങ്ങളൊക്കെ ആ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വല്ലാത്തൊരു മനസ്സംതൃപ്തി നൽകുന്ന കാര്യമാണ്. ജമാൽ എന്നാണ്, സൗന്ദര്യമാണ് എന്നാണ്. കൂട്ടമായിട്ട് അവർ വരുന്നതും പോകുന്നതും അവരെ പോറ്റി വളർത്തുന്നതുമൊക്കെ ആ ജോലി ചെയ്യുന്നവർ ചോദിച്ചു നോക്കിയാൽ അറിയും, വളരെ മനസ്സിന് കുളിർമ നൽകുന്ന ഒരു കാര്യമാണ് അവർക്ക്. മൂന്നാമതാണ് ഈ പറഞ്ഞത്, അതിൻ്റെ തോലും മറ്റു സാധനങ്ങളുമൊക്കെ വസ്ത്രമായിട്ടും തണുപ്പിന് സുരക്ഷയായിട്ടും ഉപയോഗിക്കുന്നു. പുറമെ മാംസം മനുഷ്യന് ഏറ്റവും നല്ലൊരു പോഷകാഹാരമായിട്ട് ലഭിക്കുകയും ചെയ്യുന്നു. ഈ സംഗതികളൊക്കെ പടച്ചവൻ ആ ഒരു മൃഗങ്ങളിലൂടെ നമ്മൾക്കൊരുക്കി തന്നതാണ്. അതൊക്കെ ഇഷ്ടം പോലെ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടവുമാണ്. അത്ര നല്ലൊരു അനുഗ്രഹത്തിന് നന്ദി സൂചകമായിട്ടാണ് ഈ ബലി നിർബന്ധമാക്കിയത്. ഇതിൻ്റെ ചരിത്രം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ ആദ്യ പുത്രൻ ഇസ്മായിൽ, ഇസ്ഹാക്ക് രണ്ടാമത്തെ പുത്രനാണ്. ആദ്യ പുത്രൻ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമയെ അള്ളാഹുവിന് വേണ്ടി ബലി അർപ്പിക്കാൻ പറഞ്ഞ ഒരു സംഭവം, അത് ചരിത്രത്തിലെ അതുല്യമായൊരു സംഭവമാണ്. ചരിത്രത്തിലെ ഒരു കുഞ്ഞ് ജനിക്കണമെന്ന് അങ്ങേയറ്റത്തെ പ്രാർത്ഥനയും ദാഹവുമായിട്ട് നടക്കുന്ന ആളായിരുന്നു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. വാർദ്ധക്യത്തിൽ 86 വയസ്സ് വരുമ്പോഴാണ് ഒരു രേഖയനുസരിച്ച് അദ്ദേഹത്തിന് ഒരു ആദ്യത്തെ കുട്ടി ജനിക്കുന്നത്. ആദ്യത്തെ ഇസ്മായിൽ ജനിക്കുന്നത് 86 വയസ്സ് പ്രായമാവുമ്പോഴാണ്. നമുക്ക് ആ പ്രായമായ ഒരു മാതാവിന് ആ പ്രായത്തിലൊരു ആൺകുട്ടിയെ കിട്ടിയിട്ട് ഫലമ്മ ബലഗമാ ഹുസയ്യ, കൂടെ കൈ പിടിച്ച് നടക്കാവുന്ന ആ ഓമനത്വം വിട്ടിട്ടില്ലാത്ത ആ പ്രായം വരുമ്പോഴാണ് അള്ളാഹു ഇബ്രാഹിം നബിയോട് കൽപ്പിക്കുന്നത് ആ മോനെ അള്ളാഹുവിന് വേണ്ടി അർപ്പിക്കണമെന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര വലിയ പരീക്ഷണവും ത്യാഗവുമാണത്. ആ കൽപ്പന തയ്യാറാണ്. ഇനി അറാഫിൽ മനാമി അന്നി അദ്ബഹുക, മോനെ നിന്നെ ബലി നൽകണമെന്ന്, അറുത്ത് ബലി നൽകണമെന്ന് അള്ളാഹു എന്നെ സ്വപ്നത്തിൽ അറിയിച്ചു തന്നിരിക്കുന്നു. എനിക്ക് സ്വപ്ന ദർശനം ഉണ്ടായിരിക്കുന്നു എന്നാണ്. ഫൻളുർ മാതാ, എന്താ നിൻ്റെ അഭിപ്രായം എന്താണെന്നാ. ആ ബാപ്പാൻ്റെ തന്നെ മകനാണ് ഇസ്മായിൽ. അദ്ദേഹം അങ്ങനെയാണ് അദ്ദേഹത്തെ വളർത്തിയത്. ആ ഇസ്മായിലിലെ മകൻ പറയുന്നത് സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ, അള്ളാഹു കൽപ്പിച്ചത് എന്താണോ ബാപ്പ അത് നിങ്ങൾ ചെയ്തോളൂ. ഒരു ക്ഷമയുള്ള മകനായിട്ട് താങ്കൾക്ക് എന്നെ കാണാമെന്ന, ഒരു എതിരും പറയാതെ പൂർണ്ണ സമ്മതം. ഖുർആൻ ഇബ്രാഹിം നബിയോട് പറഞ്ഞ അസ്ലിം, ഇബ്രാഹിം നീ അള്ളാഹുവിന് സമർപ്പിക്കണം ജീവിതം എന്ന് പറഞ്ഞു. അസ്ലംതു ലി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീന് ഞാനിതാ എന്നെ സമർപ്പിച്ചിരിക്കുന്നു എന്നാണ്, പൂർണ്ണമായും സമർപ്പിച്ചിരിക്കുന്നു എന്നാണ്. അങ്ങനെ ഇബ്രാഹിം നബി ഇസ്മായിൽ നബിയെ ബലി അറുക്കാൻ സന്നദ്ധമാവുമ്പോഴാണ് അള്ളാഹുവിൻ്റെ കൽപ്പന വരുന്നത്. എന്താണ് ആ കൽപ്പന? ഒരു ബലി മൃഗത്തെ അറുത്തുകൊണ്ട് ഈ തീരുമാനത്തിൽ നിന്ന് ഒഴിവാകണമെന്നാണ്. അതൊരു വലിയ സന്ദേശം, മറ്റൊരു സന്ദേശം കൂടി ലോകത്തിന് നൽകുകയാണ്. അന്നും ഇന്നും ലോകത്തുള്ള ഒരു ദുഷ്പ്രവണതയുണ്ട്, അതിനെതിരിലാണ് ആ സന്ദേശം. ആ ദുഷ്പ്രവണത ദൈവപ്രീതിക്ക് വേണ്ടി മനുഷ്യക്കുരുതി എന്ന് പറയുന്ന ഒരു സംഗതി ഒറ്റപ്പെട്ട രീതിയിലാണെങ്കിലും ഇന്നും ലോകത്ത് നടക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുണ്ട്, ഇന്ത്യ രാജ്യത്ത്, നമ്മുടെ നാട്ടിലൊക്കെ നടന്നൊരു സംഭവമാണിത്. ദേവപ്രീതിക്ക് വേണ്ടി മനുഷ്യക്കുരുതി. എന്നേക്കുമായിട്ട് അങ്ങനെ ഒരു സംഭവമേ പാടില്ല എന്ന് ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലൂടെ അള്ളാഹു ലോകത്തെ അറിയിച്ചു. മനുഷ്യക്കുരുതിയില്ല, മനുഷ്യനെ ബലി അർപ്പിക്കുക എന്നൊരു സംഗതിയില്ല. മനുഷ്യൻ മൃഗത്തെ ബലി അർപ്പിച്ചുകൊണ്ട് തൻ്റെ സമർപ്പണ ബോധം സമർപ്പിക്കുകയാണ് വേണ്ടത്. അള്ളാഹുവിന് വേണ്ടി എന്തിനും സന്നദ്ധമാണ് എന്ന ആ പ്രതിജ്ഞ, ഒരു മൃഗത്തെ, തനിക്ക് നൽകിയ ഒരു അനുഗ്രഹത്തെ അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട്
ആ ബാധ്യത നിർവഹിക്കുകയാണ് വേണ്ടത്. മനുഷ്യനെ ദൈവപ്രീതിക്ക് വേണ്ടി അറുത്തുകൂടാ. നമ്മുടെ നാട്ടിലടക്കം ഒറ്റപ്പെട്ട സംഭവങ്ങളാണെങ്കിലും നമ്മുടെ ഇന്ത്യ രാജ്യത്തൊക്കെയും ലോകത്തിൻ്റെ പല ഭാഗത്തും ഈ പുരാണങ്ങളിലുമൊക്കെ നമ്മൾ കാണുന്നത് മനുഷ്യക്കുരുതി യാഗങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന സംഗതി മനുഷ്യനെ അറുക്കുന്ന പരിപാടിയാണ്. അത് പാടില്ലെന്നാണ് ഇസ്ലാം പറയുന്നത്. ഈ ബലിമൃഗത്തെ അറുത്തുകൊണ്ട് ആ കാര്യം നിർവഹിക്കണമെന്നാണ്. അത് നിർവഹിക്കുക വഴി നമ്മൾക്ക് കിട്ടുന്നത് പടച്ചവനോടുള്ള ഭയഭക്തിയാണ്. ആ ഭയഭക്തി നടത്താനുള്ളൊരു അവസരമാണ് നമ്മൾക്ക് ബലി പെരുന്നാൾ ദിവസത്തിൽ വരുന്നത്. ഹാജിമാർക്ക് മക്കയിൽ വെച്ച് ദുൽഹിജ്ജ 10, 11, 12 ദിവസം 13 ദിവസങ്ങളിൽ അറുക്കുമ്പോൾ കിട്ടുന്ന അവസരവും അത് തന്നെയാണ്. ഈ 3 ദിവസവും 10, 11, 12, 13 4 ദിവസവും അള്ളാഹു ബലി നൽകാനുള്ള ദിവസങ്ങളായിട്ട് നിശ്ചയിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ പുണ്യകർമ്മം നമ്മളുടെ മുമ്പിൽ വന്നു നിൽക്കുമ്പോൾ അതിന് സന്നദ്ധരാവുകയാണ് വിശ്വാസികൾ ചെയ്യേണ്ടത്. നമ്മളൊരു വലിയ പരീക്ഷണമാണത്, വലിയ പരീക്ഷണമാണ്. നമ്മുടെ സമ്പത്ത് അള്ളാഹു നൽകിയ അനുഗ്രഹമാണ്. ഈ മൃഗങ്ങളെയും അറുക്കുന്ന മൃഗങ്ങളും അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമാണ്. രണ്ടും അള്ളാഹു നമ്മൾക്ക് നൽകിയ അനുഗ്രഹമാണ്. നമ്മളതിന് പണം ചെലവഴിക്കണം. നമ്മോട് ഇബ്രാഹിം നബിയോട് പറഞ്ഞതുപോലെ മകനെ ബലിയറുക്കണമെന്ന് പറഞ്ഞിട്ടില്ല. മകനെ ബലിയറുക്കണം എന്നല്ല പറഞ്ഞത്, ഒരു മൃഗത്തെ ബലിയറുക്കണമെന്നാണ്. പക്ഷെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകനെ അറുക്കണമെന്ന് പറഞ്ഞപ്പോഴും സന്നദ്ധനായ മനുഷ്യനാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അതിനും സന്നദ്ധമായി. പക്ഷെ അള്ളാഹുവിൻ്റെ കൽപ്പന വന്നത് ആ ബലി വേണ്ട, മൃഗബലി മതി എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റുകയാണ് ചെയ്തത്. ആ ഒരു ബോധം ഈ കർമ്മവുമായി സമീപിക്കുമ്പോൾ നമ്മൾക്ക് ആവശ്യമുണ്ട്. നമ്മുടെ മകനെ അറുക്കാൻ, മൂത്ത മകനെ നിങ്ങളൊക്കെ ബലി അറുക്കണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരിക്കും നമ്മുടെ മാനസികാവസ്ഥ ആലോചിച്ച് നോക്കും നിങ്ങൾ. എന്നാൽ അതിന് സമാനമായിട്ട് ഒരു മൃഗബലി തന്നെ മതി. ഫസ്വല്ലി ലിറബ്ബിക വൻഹർ. ഖുർആൻ അതിനെപ്പറ്റി പറയുന്നത് അങ്ങനെയാണ്. നീ നിന്റെ നാഥന് വേണ്ടി നമസ്കരിക്കുക, ഒരു ആരാധനയാണിത്. വൻഹർ, ബലി നൽകുകയും ചെയ്യുക എന്നാണ്, അറുക്കുകയും ചെയ്യുക എന്നാണ്. നോക്കൂ, നമസ്കാരത്തിൻ്റെ തൊട്ട് ഉടനെ ചേർത്ത് പറഞ്ഞത് ബലിയാണ്. നമസ്കാരവും ബലിയുമാണ് ചേർത്ത് പറഞ്ഞത്. ആ കാര്യം നമ്മൾ അതിൻ്റെ ഗൗരവത്തിൽ തന്നെ കാണണം. നമസ്കാരത്തെയും ബലിയെയും ചേർത്ത് പറഞ്ഞു. അത് പ്രാധാന്യമുള്ളത് കൊണ്ടാണ്. അതൊരു ഒഴുക്കൻ മട്ടിൽ നമ്മൾക്കങ്ങനെ ഒഴിഞ്ഞ് വേണമെങ്കിൽ ചെയ്താൽ മതി എന്ന് പറയാവുന്ന വിധത്തിലല്ല ഖുർആനും ഹദീസും അത് പറയുന്നത്. നമ്മളുടെ വിശ്വാസം പരീക്ഷിക്കുന്ന, ഇബ്രാഹിം നബിയെ പരീക്ഷിച്ചതുപോലെ നമ്മുടെ വിശ്വാസം പരീക്ഷിക്കുന്ന ഒരു രംഗമായിട്ടാണ് ഈ ബലിയെ ഖുർആനും ഹദീസും നമ്മളുടെ മുമ്പിൽ പറയുന്നത്. ആ ബലി നമ്മൾ നൽകണം. ആർക്കാണ് നൽകാൻ കഴിയുക? അത് വേറൊരാൾ ചൂണ്ടിക്കാണിക്കേണ്ടതല്ല. മറ്റൊരാൾ നിനക്കത് കഴിയുമെന്ന് പറയുകയല്ല വേണ്ടത്. നമ്മൾ സ്വന്തം ഒരാളെ ഇങ്ങനെ അങ്ങോട്ട് ചൂണ്ടുന്നതിന് പകരം നമ്മളുടെ നെഞ്ചിലേക്ക് ഇങ്ങോട്ടും ചൂണ്ടി നോക്കൂ. നമ്മൾക്ക് അതിൻ്റെ ബലി നൽകാൻ കഴിയുമോ എന്നുള്ളത്. നമ്മൾക്കതിന് സാമ്പത്തികമായ സൗകര്യമുണ്ടോ എന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. പലതരത്തിലുള്ള സാമ്പത്തിക ബാധ്യതകൾ നമ്മൾ ഏറ്റെടുക്കാറുണ്ട്, ചെയ്യാറുമുണ്ട്, നൽകാറുമുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. അത്യാവശ്യമുള്ള സാമ്പത്തിക ബാധ്യതകൾ നിർവഹിക്കാറുണ്ട്, ആവശ്യത്തിനുള്ളതും നിർവഹിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ അങ്ങനെ അത്യാവശ്യമോ ആവശ്യമോ ഒന്നും അല്ലാത്ത ചെലവുകൾ, നാട്ടു നടപ്പുകളോ ആർഭാടങ്ങളോ ആചാരങ്ങളുടെയൊക്കെ പേരിൽ ഒരു മടിയുമില്ലാതെ ചെലവഴിക്കുന്നവരാണ് നമ്മൾ. പക്ഷെ ഇത് വളരെ ചെറിയൊരു സംഖ്യയാണ്, വളരെ ചെറിയൊരു സാമ്പത്തിക ബാധ്യതയാണ്. ആ ബാധ്യത നിർവഹിക്കാനാണ് അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുന്നത്. ഫസ്വല്ലി ലിറബ്ബിക വൻഹർ. നിന്റെ റബ്ബിന് വേണ്ടി നീ നമസ്കരിക്കുക, ബലിയർക്കുക. ഇബ്രാഹിം നബിയുടെ തന്നെ വാക്കോക്ക്, ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള് ഇന്ന സ്വലാത്തി വനുസുക്കി. നമുക്ക് അതേ വാക്കാണത്. ഇന്ന സ്വലാത്തി, നമ്മൾ നമസ്കാരത്തിൽ അത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്ന സ്വലാത്തി, എൻ്റെ നമസ്കാരം, വനുസുക്കി, എൻ്റെ ബലി അടക്കമുള്ള ആരാധനാ കർമ്മങ്ങൾ, ലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവിനാണ്. അവിടെയും ബലി പറഞ്ഞു, നമസ്കാരവും ബലിയും പറഞ്ഞു. അപ്പോൾ ഈ ഒരു കാര്യം ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കുക. നമ്മളുടെ മുമ്പിൽ ഒരു ബലി പെരുന്നാൾ വരാൻ കാത്തിരിക്കുകയാണ്.
നമ്മളതിന് ആഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട്. നമ്മൾക്കറിയാവുന്നത് പോലെ നമ്മുടെ ആഘോഷങ്ങൾ, രണ്ടാഘോഷങ്ങളും വളരെ ഉൾക്കരുത്തുള്ള ആരാധനയാണ്, ഒരു പൊള്ളയായ ആഘോഷമല്ല. അതുകൊണ്ട് നമ്മൾ ആ ബലിക്ക് സന്നദ്ധമാവുക. നമ്മുടെ ദീനും ഈമാനുമൊക്കെയാണ് അള്ളാഹു പരീക്ഷിക്കുന്നത്. നമ്മൾക്ക് തന്ന അനുഗ്രഹങ്ങളുടെ കാര്യത്തിലുള്ള പരിശോധനയാണ്. ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നുണ്ടോ എന്ന പരിശോധനയുമാണ്. ഈ പരിശോധനയിലൊക്കെ നമ്മൾക്ക് വിജയിക്കേണ്ടതുണ്ട്. അതിന് മാനസികമായിട്ട് എല്ലാവരും സന്നദ്ധമാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി എല്ലാ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഫമൻ ലഹു സഅത്തുൻ ഫലം യുളഹി ഫലാ യഖ്റുബന്ന മുസല്ലാന. ആർക്കെങ്കിലും ബലി നൽകാനുള്ള സാമ്പത്തിക സൗകര്യമുണ്ടായിട്ട് ഫലം യുളഹി, അവൻ ബലി അറുക്കുന്നില്ലെങ്കിൽ, ഫലാ യഖ്റുബന്ന മുസല്ലാന, അവൻ നമ്മുടെ നമസ്കാര സ്ഥലത്തേക്ക്, ഈദ്ഗാഹുകളിലേക്ക് വരേണ്ടതില്ല. ഈ വാക്ക് ഒരു ഉപദേശമല്ല, ഇതൊരു ഉപദേശത്തിൻ്റെ ശൈലിയല്ല, ഒരു ഓർമ്മിപ്പിക്കലുമല്ല, അതൊരു താക്കീതിൻ്റെ ശൈലിയാണ്. സാമ്പത്തിക സൗകര്യം ഉണ്ടായിട്ടും ബലി അറുക്കാതെ അള്ളാഹു അക്ബർ, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് പറഞ്ഞുകൊണ്ട് ഓൻ ഈദ് നമസ്കരിക്കാൻ വരേണ്ടതില്ല എന്നാണ്. ഇത് നമ്മളൊരു പ്രാസംഗികമായി പറയുന്ന ശൈലിയല്ല, റസൂൽ പറയുന്ന വാക്കാണത്. ഇതിനൊക്കെ സൗകര്യമുണ്ടായിട്ടും അത് ചെയ്യാൻ തയ്യാറില്ലാത്തവൻ അള്ളാഹു ആണ് അക്ബർ എന്ന് പറയേണ്ടതില്ല, അവനത് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വരേണ്ടതില്ല എന്നാണ്. പെരുന്നാൾ ആഘോഷിക്കുന്നതിന് അർത്ഥമില്ല എന്നാണ് അതിനർത്ഥം. ഗൗരവമായിട്ട് നമ്മൾ കാണുക. നമ്മൾക്ക് കഴിയുമോ എന്ന് നോക്കുക. റസൂൽ അതിന്, ഇസ്ലാം അതിന് കൽപ്പിച്ച രൂപം നോക്കൂ നിങ്ങൾ. ഒരു ഉരുവിനെ സ്വന്തമായിട്ട് അറുക്കാൻ കഴിയുന്നവർ അറുക്കുക. മാട് വർഗത്തിലാണെങ്കിൽ, ആടാണെങ്കിൽ ഒറ്റയ്ക്ക് അറുക്കണം. മാട് വർഗത്തിലാണെങ്കിൽ 2 പേർക്ക് ചേർന്ന് ഒന്നിനറുക്കാം. ഒന്ന് ചിലപ്പോൾ അറുക്കാൻ കഴിയാത്തവരുണ്ടാകും, സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ അസൗകര്യങ്ങളൊക്കെ ഉണ്ടാകാം. എന്നാൽ 2 പേർ ചേർന്നിട്ട് ഒന്നിനെ അറുക്കാൻ പറ്റുമെന്ന് നോക്കണം. ഇല്ലെങ്കിൽ 3 പേർക്കാകാം. 5, 6, 7 പേര് വരെ ഇസ്ലാം അതിന് അനുവദിക്കുന്നുണ്ട്. ആ രീതിയിലൊക്കെ ബലി നൽകണമെന്ന് തന്നെയാണ്. അല്ലാതെ 7 മുതലല്ല തുടങ്ങേണ്ടത്, 7-1 മുതലല്ല തുടങ്ങേണ്ടത്. 1 തുടങ്ങുക, ഇല്ലെങ്കിൽ 2 പേര് ചേർന്ന് നോക്കുക, ഇല്ലെങ്കിൽ അവസാനത്തെ ഭാഗമാണ് 7-1 പറയുന്നത്. അതൊക്കെ നമുക്ക് കഴിയുമല്ലോ എങ്ങനെയായാലും. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഇപ്പോഴത്തെ നമ്മളുടെയൊക്കെ ജീവിതശൈലിയും സാമ്പത്തിക സൗകര്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ശ്രമിച്ചാൽ നടക്കുന്ന കാര്യമാണ്. നമ്മൾ അതിന് മുന്നോട്ട് വരിക തന്നെ. നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂൽ ആയിഷ തന്നെ പറയുന്നത്, ഈ കറുപ്പിലൂടെ നോക്കുന്ന, കറുപ്പിൽ നടക്കുന്ന സുന്ദരമായൊരു മൃഗത്തെ, കറുപ്പിലൂടെ നോക്കുന്ന എന്ന് പറഞ്ഞാൽ കണ്ണിന് ചുറ്റും കറുപ്പുണ്ടായിരുന്ന, കുളമ്പുകളിലൊക്കെ കറുപ്പ് നിറമുണ്ടായിരുന്ന, നമ്മളതിന് പ്രത്യേക പേരുകളൊക്കെ പറയും, ആ രീതിയിലുള്ളൊരു മൃഗത്തെയായിരുന്നു റസൂൽ അറുത്തിരുന്നതെന്ന്. അതിനെ വളർത്തി താലോടി അങ്ങനെയൊക്കെ ആ സ്നേഹത്തോടു കൂടി മകനെ അർപ്പിക്കുന്നത് പോലെ തന്നെയായിരുന്നു. അങ്ങനെ വളർത്തി, അങ്ങനെ കഴിയുമെങ്കിൽ, അങ്ങനെ ഇല്ലെങ്കിൽ ബലി അറുക്കാനുള്ള ഉരുവിനെ വാങ്ങിയിട്ടെങ്കിലും അറുക്കുക. റസൂലുള്ള 100 മൃഗത്തെ തനിക്കും തൻ്റെ കുടുംബത്തിനും വേണ്ടി അറുത്തു, തൻ്റെ ഉമ്മത്തിനും വേണ്ടി എന്നാണ് പറഞ്ഞത്. ഒരു വീട്ടിലെ മുതിർന്ന അംഗം ആ വീട്ടുകാർക്ക് വേണ്ടി മൊത്തം, തനിക്കും വീട്ടുകാർക്ക് വേണ്ടി അറുക്കാം, തനിക്കും തൻ്റെ വീട്ടുകാർക്ക് വേണ്ടി. ഈ 100 അറുത്തപ്പോൾ റസൂല് 63 സ്വന്തം കൈകൊണ്ട് തന്നെ അറുത്തു. ബാക്കി അലി അള്ളാഹുവിനെ ചുമതലപ്പെടുത്തി അറുക്കാൻ പറഞ്ഞു. പണ്ഡിതന്മാരത് വിശദീകരിക്കുന്ന 63 എന്നത് റസൂലിൻ്റെ വയസ്സുമായിട്ട് തുല്യത ഉള്ളൊരു സംഖ്യയാണ്. 2 ഒരേ സംഖ്യയാണ് 63 എന്ന് പറയുന്നത്. ഒരുപക്ഷെ അങ്ങനെ ഉദ്ദേശിച്ചായിരിക്കാം. ഏതായാലും 63 റസൂൽ അറുത്തു, ബാക്കി അലി അള്ളാഹിനെ ചുമതലയിട്ട് അറുക്കാൻ പറഞ്ഞു. നമ്മളോട്
ഈ 7-1 അല്ല 1 അല്ലെങ്കിൽ 2 പേരോ ഒന്നെങ്കിലുമൊക്കെ അറുക്കുക. അതിന് കഴിയുമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം. നമ്മുടെ ആളുകളുടെ ഇടയിൽ ഇതിലുണ്ടാകുന്നൊരു വസ്വാസ് കൂടി നമ്മൾ സാന്ദർഭികമായിട്ട് തിരുത്തേണ്ടതുണ്ട്. ഈ ബലിമൃഗത്തിൻ്റെ മാംസം എന്താണ് ചെയ്യേണ്ടത്? ഈ ബലിമൃഗത്തിൻ്റെ മാംസം ഖുർആൻ പറഞ്ഞിന് കുലൂ മിൻഹ, നിങ്ങളതിന് തിന്നണം. വതീമുൽ ഖാനി വൽ മുഅ്തറ, നിങ്ങൾ അറുത്ത ആളുകൾ അതിൽ നിന്ന് കഴിക്കണം. ആവശ്യമുള്ളവർക്കും ഇല്ലാത്തവരെയും തീറ്റിക്കുകയും വേണമെന്നാണ്. ആവശ്യമില്ലാത്തവരെന്ന് പറഞ്ഞാൽ അത് കിട്ടിയില്ലെങ്കിൽ കഴിക്കാൻ കഴിയുന്നവരുണ്ടാവും, വകയുള്ളവരുണ്ടാവും. എന്നാലും അവർക്കും അതിൽ നിന്ന് കൊടുക്കണം. അത് കിട്ടേണ്ട ആവശ്യക്കാരും ഉണ്ടാവും. ഈ 3 വിഭാഗം ആളുകൾക്ക്, അത്ര 3 വിഭാഗമേ ഉണ്ടാവുള്ളൂ. ഒന്ന് അറുത്ത ആളുണ്ടാകും, രണ്ടാമത് സാമ്പത്തിക ശേഷി ഉള്ളവരുണ്ടാവും, മൂന്നാമത് സാമ്പത്തിക ശേഷി ഇല്ലാത്തവരുണ്ടാവും. ഈ 3 വിഭാഗം ആളുകൾക്കും അതിൻ്റെ ആഹാരമായിട്ട് അത് കൊടുക്കാം, വിതരണം ചെയ്യാം. അള്ളാഹുവിൻ്റെ റസൂല് ആദ്യകാലത്ത് ബലി നടപ്പാക്കിയ കാലത്ത് അറുത്ത് അതിൻ്റെ മാംസം സൂക്ഷിക്കാൻ അനുവാദം നൽകിയിരുന്നില്ല. 3 ദിവസത്തിൽ കൂടുതൽ ആരും സൂക്ഷിക്കരുതെന്ന് പറഞ്ഞു. അതിന് കാരണം ആളുകൾക്ക് ആവശ്യക്കാരായിരുന്നു, ബലിമൃഗങ്ങൾ കുറവായിരുന്നു. 3 ദിവസത്തിൽ കൂടുതൽ സൂക്ഷിക്കാൻ പാടില്ല. അവസാന കാലത്ത് റസൂൽ പറഞ്ഞു കുലൂ മിൻഹാ വദ്ദഖിറു, നിങ്ങൾ ആഹാരം കഴിക്കുകയും സൂക്ഷിക്കുകയും ചെയ്തോളൂ എന്ന് പറഞ്ഞു. ഇഷ്ടം പോലെ അറുത്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിലെടുത്ത് സൂക്ഷിക്കാം, ആളുകൾക്ക് കൊടുക്കുകയും ചെയ്യാം, ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ആവശ്യങ്ങൾ പരിഗണിക്കണം എന്നർത്ഥം. ഇവിടെ ഒരു തെറ്റിദ്ധാരണ നമ്മളുടെ ആൾക്കാരുടെ ഇടയിലുള്ളത്, ഈ ബലി അറുത്ത ആൾ അതിൻ്റെ 1/3 അയാൾക്ക് വാങ്ങാൻ അവകാശമുണ്ടെന്നും അത് വാങ്ങണമെന്നുള്ളൊരു തെറ്റിദ്ധാരണ ഏതോ നിലക്കൊക്കെ നമ്മളുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ ഈ ധാരണ ഉണ്ട്. ഇത് ശരിയല്ല. ബലി അറുത്ത ആൾ അതിൻ്റെ 1/3 എടുക്കണമെന്നൊരു നിയമമില്ല. അങ്ങനെ ഒരു നിയമം അതിലില്ല. അയാൾക്ക് അതിന് കഴിക്കണമെന്നേ നിർദ്ദേശമുള്ളൂ. അത് അയാൾ കഴിക്കണം. ആ കഴിക്കലല്ലാതെ അതിന് 1/3 അയാൾക്ക് കൊണ്ടുപോകാനുള്ള നിർദ്ദേശമില്ല മതത്തിൽ. അങ്ങനെ എല്ലാവർക്കും 1/3 എടുക്കാൻ മാത്രം സാധനമുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. പക്ഷെ അതല്ല, ഇവിടെ ആവശ്യക്കാർ ഒരുപാട് ആളുകളുണ്ട്, അവർക്കൊക്കെ കൊടുക്കണം, അവർക്കും എടുക്കാം, ബാക്കിയുള്ളവർക്കൊക്കെ കൊടുക്കാം, കഴിക്കാം. ആ രീതിയിൽ ആ കർമ്മം വളരെ വിശിഷ്ടമായൊരു കർമ്മം, വളരെ പുണ്യകരമായൊരു കർമ്മം. റസൂൽ പറഞ്ഞതുപോലെ നിങ്ങളുടെ ബലിമൃഗത്തിൻ്റെ കഴുത്തിൽ നിങ്ങൾ കത്തിവെക്കുമോ, അതിൻ്റെ രക്തം ഭൂമിയിൽ പതിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ മനസ്സിലെ തഖ്വ അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് എത്തിയിട്ടുണ്ടാവുന്ന, അതാണ് ശരിക്കും ആ നടക്കുന്നത്. നമ്മളിങ്ങനെ അറുത്ത് കത്തി വെക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അല്ലാഹു അക്ബർ ചൊല്ലി നമ്മളങ്ങോട്ട് വെക്കുമ്പോൾ ഉണ്ടാകുന്ന ആ മാനസികാവസ്ഥയുണ്ടല്ലോ, അതാണതിൽ പ്രധാനം. പിന്നെ ആളുകൾക്ക് ആഹാരവും കിട്ടുന്നു. ഏതായാലും ഈ കാര്യം നമ്മൾ ഗൗരവമായി കാണുക. നമ്മുടെ പള്ളികളിലൊക്കെ അറുക്കുന്നുണ്ട്, നമ്മുടെ എല്ലാ പള്ളികളിലും അറുക്കും, അതിൻ്റെ വകുപ്പുകൾ അനുസരിച്ച് ശേഖരിക്കും. എല്ലാവരും അതിന് സഹകരിക്കുക, നമ്മുടെ ബാധ്യത നിർവഹിക്കുക. ഒരു വീട്ടിൽ നിന്ന് ഒന്നിനെ അറുക്കാൻ പറ്റുമോ എന്ന് നോക്കുക. ഒരു വീട്ടുകാർ ആ വീട്ടുകാർക്ക് വേണ്ടി അറുക്കുക. ആ രീതിയിൽ ആ പുണ്യകർമ്മം ബലിപെരുന്നാൾ ദിവസം നമ്മൾക്ക് ഏറ്റവും സന്തോഷമുള്ള, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നൊരു വിധത്തിലേക്ക് നമ്മൾ ആ കാര്യത്തെ കൊണ്ടുപോവുക. സർവശക്തനായ അള്ളാഹു അവൻ ചെയ്തെന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാനും അവന് നന്നായിട്ട് ഇബാദത്ത് ചെയ്യാനും അവൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കാനുമൊക്കെ അള്ളാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാകണേ നാഥ. ഞങ്ങളുടെ പക്കൽ വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക്